വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. വെളിപ്പാട് 2-3 വാക്യങ്ങൾ. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ, 3-ാമത്തെ വാക്യം നിങ്ങൾ കണ്ടോ? ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. വാക്യം കണ്ടവർ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഈ ഭാഗത്ത് അമ്മ വായിപ്പാൻ കർത്താവ് അവസരം നൽകി. നിങ്ങളുമായി 1-2 കാര്യങ്ങൾ ആ വാക്യത്തിൽ നിന്നുകൊണ്ട് പറയാൻ കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുക. അത്രയ്ക്ക് സന്തോഷമുണ്ട് ഇന്ന് പകല്. ഹല്ലേലൂയ. സന്തോഷമുള്ളവരെല്ലാം കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. അടുത്തിരിക്കാൻ ചോദിച്ചോട്ടെ, സന്തോഷമായിട്ടിരിക്കും ചോദിച്ചേ. നിങ്ങളുടെ ഇരിപ്പ് കണ്ട് എനിക്ക് അങ്ങ് വിഷമം വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സന്തോഷത്തോടെ ഇരിക്കണം. ആമേൻ. ചിട്ടിക്കമ്പനി പൊട്ടിയിരിക്കുന്നവരെ പോലെ ആലയത്തിൽ വന്ന് എന്ത് ചെയ്യരുത്? ഇരിക്കരുത്. സ്തോത്രം. ആലയത്തിൽ ഇരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി ഇരിക്കണം. ഹല്ലേലൂയ. നമ്മൾ വന്നത് സന്തോഷിക്കാനാണ്. ഇവിടെ വന്നത് വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഇരിക്കാനായിരുന്നു. എന്നാൽ പിന്നെ വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു. ആമേൻ. നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ടെങ്കിൽ എവിടെയാണ്? ഒന്ന് സന്തോഷത്തോടെ ഇരിക്കാൻ വകയുണ്ടെങ്കിൽ എവിടെയാണ്? ആലയത്തിലാണ്. സ്തോത്രം. ആലയത്തിൽ സന്തോഷിക്കുന്നില്ല, വീട്ടിലില്ലെന്ന് അതിനർത്ഥം. സ്തോത്രം. അതുകൊണ്ട് ദൈവസന്നിധി ഇരിക്കുമ്പോൾ അതിൻ്റെതായ നിലയിൽ ഒരു ആത്മീയ സന്തോഷത്തോടെ നമ്മളെ കാണുമ്പോൾ, ഈ ആലയത്തോട് കയറി വരുമ്പോൾ മുഖമൊക്കെ വീർത്ത് കടന്നിൽ കുത്തിയോണക്കൊക്കെ ആകെപ്പാടെ അങ്ങ് പിശാച് അണ്ണാന ആലയിയ പറങ്ങാണ്ടി ചപ്പിയോണൊക്കെ ഇന്ന് ആകെപ്പാടെ അങ്ങ് പ്രശ്നമായിട്ട് ആലയത്തിൽ കയറി വരാതെ ഒന്ന് സന്തോഷത്തോടെ കയറി വരണം. സ്തോത്രം. സന്തോഷത്തോടെ കയറി വരുമ്പോഴാണ് എനിക്കും ഒന്ന് പ്രസംഗിക്കാൻ തോന്നുന്നത്. സ്തോത്രം. ചിലതിനൊക്കെ മുഖം കണ്ട എനിക്ക് പ്രസംഗിക്കാനും തോന്നത്തില്ല, പാടാനും തോന്നത്തില്ല. സ്തോത്രം. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ഒന്ന് പ്രസംഗിക്കാൻ തോന്നണമെങ്കിൽ സൂമിരിക്കുന്നതൊക്കെ ചിരിക്കുന്നുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങളെ കൂടെ പറഞ്ഞേ. സ്തോത്രം. നിങ്ങളുടെ ഇരിപ്പും കാണുമ്പോൾ എനിക്കൊന്ന് പ്രസംഗിക്കാൻ സൂമിലോട്ട് നോക്കാൻ എനിക്കൊന്ന് തോന്നണം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടമല്ല വിഷയം, നമ്മൾ ദൈവസാന്നിധ്യമാ വിഷയം. ഹലോ, ദൈവസാന്നിധ്യമാ വിഷയം. കർത്താവിൻ്റെ വചനം പറഞ്ഞു, 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ. അപ്പോൾ ഇവിടെ ആരുണ്ട്? പറ. യേശു ഉണ്ട്. സ്തോത്രം. അപ്പോൾ യേശു ഉള്ളിടത്ത് സന്തോഷമുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ സന്തോഷം പൂർണ്ണമാക്കുമെന്നാണ്. സന്തോഷം എന്തോ ആക്കുക വെച്ചാൽ പൂർണ്ണമാക്കും. നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കും. ഹല്ലേലൂയ. ഞാൻ കാര്യം പറയാം, പിള്ളേരുടെ കൂടെ ഇരുന്നാൽ ഇത് കിട്ടത്തില്ല കേട്ടോ. ആമേ. പിള്ളേരുടെ കൂടെ ഇരുന്നാൽ കിട്ടത്തില്ല. അച്ഛൻ്റെ അടുത്ത് ചക്കരെ പൊന്നേന്ന് വിളിച്ചാലും കിട്ടത്തില്ല. കുറച്ച് കഴിയുമ്പോൾ പ്രശ്നം വേറെയാകും. അമ്മാമ്മയോട് ഇരുന്നാൽ ചോദിക്കും, നാളെ എന്തോ അച്ഛൻ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും. ഇന്നത്തെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആകെപ്പാടെ പ്രശ്നമാവും. അതുകൊണ്ട് സന്തോഷിക്കാൻ വക ദൈവസന്നിധിയിലാണ്. അപ്പോൾ ദൈവസന്നിധി ഇരിക്കുമ്പോൾ വളരെ താല്പര്യപൂർവമായി പ്രസന്നതയോടുകൂടെ ഇരിക്കണം. അതുകൊണ്ട് കർത്താവ് ഒരു വാക്യം പറഞ്ഞ്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ നിങ്ങളുടെ മുഖം എന്ത് ചെയ്യരുത്? വാടിയിരിക്കരുത്. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ നിങ്ങളുടെ മുഖം എന്ത് ചെയ്യരുത്? വാടിയിരിക്കരുത്. അപ്പോൾ കർത്താവ് പറഞ്ഞ്, ഇനി അങ്ങ് വാടിയിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, കുറേ എണ്ണ എടുത്ത് മുഖത്തൂടങ്ങ് ഒഴിച്ചേക്കണം. അതിനുള്ള പ്രതിവിധിയും കൂടെ കർത്താവ് പറഞ്ഞു തന്നു. നിങ്ങൾ വാടിയിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, കുറച്ച് എണ്ണ എടുത്ത് മുഖമൊക്കെ കഴുകി പ്രസന്നതയോടുകൂടെ ഇരിക്കുക. അപ്പോൾ ദൈവസന്നിധി ഇരിക്കുന്ന പ്രസന്നതയോടുകൂടെ ഇരിക്കണം. കാരണം ഇവിടെ നമുക്ക് ഭയങ്കര ദൈവമഹത്വമുണ്ട്. ഇവിടെ നമുക്ക് ഭയങ്കര ദൈവസാന്നിധ്യമുണ്ട്. ഇന്ന് നിങ്ങൾ ആത്മാവിൽ ചാർജ് ആകുമ്പോൾ ഞാനും ആത്മാവിൽ ചാർജ് ആവും. സ്തോത്രം. അതുകൊണ്ട് ശക്തമായി നമ്മളുടെ നമ്മുടെ ചർച്ച ഒരു കൊച്ചു കൂട്ടായ്മയാണ്. ഭയങ്കര ദൈവസാന്നിധ്യമുള്ള സ്ഥലമായി ഇത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ സാന്നിധ്യം നഷ്ടപ്പെടുത്തരുത്. ഇന്നത്തെ സാന്നിധ്യം നമുക്ക് ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് ഈ സാന്നിധ്യം നഷ്ടപ്പെടുത്താതെ ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് ആയിരിക്കാം. വെളിപ്പാട് പുസ്തകത്തിനകത്ത് ആണ് നമ്മൾ വായിച്ചത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ, 2-3 വാക്യങ്ങൾ. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിനകത്ത് നിന്ന് ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം വെളിപ്പാട് പുസ്തകം എന്താണ് എന്നതിനെക്കുറിച്ച്. യോഹന്നാനിൽ കൂടെ യേശു കർത്താവ് കൊടുത്ത വെളിപ്പാടാണ്
വെളിപ്പാട് പുസ്തകം. സുവിശേഷങ്ങളിൽ അല്ലെങ്കിൽ ബൈബിളിനകത്ത് പഴയ നിയമത്തിൽ ഹോശിയ മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങൾ വെളിപ്പാടുകളാണ്, പ്രവചന പുസ്തകങ്ങളാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ഒറ്റ പുസ്തകമേ ഉള്ളൂ വെളിപ്പാട് അല്ലെങ്കിൽ പ്രവചന പുസ്തകം, അത് വെളിപ്പാട് പുസ്തകമാണ്. ഈ വെളിപ്പാട് കൊടുത്തത് യോഹന്നാൻ വഴി ആസിയയിലെ 7 സഭകൾക്കാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നതൊരു പുസ്തകത്തിൽ എഴുതി 7 സഭകൾക്ക് കൊടുക്കാൻ പറഞ്ഞു. 1 എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ. അങ്ങനെ 7 സഭകൾക്ക് ഈ ദൂത് കൈമാറാൻ പറഞ്ഞു. അപ്പോൾ ചിന്തിക്കാം, ആ കാലഘട്ടത്തിൽ 7 സഭയുള്ളായിരുന്നോ? അല്ല, പള്ളികൾ പലതുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അപ്പോസ്തോലിക ഉപദേശങ്ങൾ കൈക്കൊള്ളുന്ന സഭ അന്ന് 7 എണ്ണമേ ഉള്ളായിരുന്നു. ലവോദിക്കിയ, ആസിയയിലെ സഭകൾ 7 എണ്ണമേ ഉള്ളായിരുന്നു. അതിന് പുതിയ നിയമസഭ എന്ന് പറയും. ഈ പുതിയ നിയമസഭയ്ക്ക് എഴുതാനാണ് കർത്താവ് ഈ വെളിപ്പാട് കൊടുത്തത്. അപ്പോൾ യോഹന്നാന് കിട്ടിയ വെളിപ്പാട്, അതിൻ്റെ തലക്കെട്ട് നിങ്ങൾ നോക്കിക്കേ. യോഹന്നാനുണ്ടായ വെളിപ്പാട് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അല്ലേ? യോഹന്നാനുണ്ടായ വെളിപ്പാട് കണ്ടോ നിങ്ങൾ? അതിൻ്റെ തലക്കെട്ട് എങ്ങനെ എഴുതിയിരിക്കുന്നത്? ദി റെവലേഷൻ ഓഫ് ജോൺ. യോഹന്നാനുണ്ടായ വെളിപ്പാട് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ യോഹന്നാനുണ്ടായ വെളിപ്പാടെന്നല്ല, അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ വ്യക്തതയോട് എഴുതിയിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. അപ്പോൾ ഇത് യോഹന്നാൻ്റെ വെളിപ്പാടാണോ? അല്ല, ഇതാരുടെ വെളിപ്പാടാണ്? യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് അത് യോഹന്നാൻ വഴി സഭയ്ക്ക് കൈമാറുകയാണ്. അതുകൊണ്ട് സഭയ്ക്ക് കൈമാറുമ്പോൾ ആദ്യത്തെ ഭാഗം സഭയോട് ദൈവം പറയുന്ന ഒരു ഭാഗമാണ്, ഈ പുസ്തകം വായിക്കുന്നവനും. 1 വായിക്കുന്നവൻ, 2 ഈ പുസ്തകം വായിക്കുന്നത് ആരെങ്കിലും കേട്ടാൽ കേൾക്കുന്നവനും, മറ്റൊന്ന് ഇതിൽ എഴുതിയിരിക്കുന്ന പ്രമാണങ്ങൾ. അപ്പോൾ ഈ പുസ്തകം എന്തുവാണ്? ഒരു പ്രമാണമാണ്. ഈ പ്രമാണം വിശ്വസിക്കുന്നവനും, അല്ലേ? ഈ പ്രമാണം പ്രമാണിക്കുന്നവനും ആരാകുന്നു? ഭാഗ്യവാൻ ആകുന്നു. അടുത്ത പറയുകയാണ്, സമയം അടുത്തിരിക്കും. ഈ ഞായറാഴ്ച പകൽ ഇവിടെ കൂടി വന്ന ജനത്തോട്, ഈ ഓൺലൈനിൽ ഇരിക്കുന്ന സഹോദരങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഒരു വേദവാക്യമാണ്, നീ ഭാഗ്യവാൻ ആകുന്നു. രാമൻ പറഞ്ഞേ, ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? വേദപുസ്തകത്തിൽ ഒത്തിരി അതിന് ഡെഫിനിഷൻ ഉണ്ട്. ഭാഗ്യവാൻ ആരാകുന്നു? നമ്മൾ ഈ ലോകത്തിൽ ഭാഗ്യവാന്മാരെ കണ്ടിട്ടുണ്ടില്ലേ? ആമേൻ. ഓണത്തിന് ലോട്ടറി അടിക്കുന്നവൻ ആരാണ്? ഭാഗ്യവാനാണ്. കൊച്ചു വീടൊക്കെ പൊളിച്ച് കളഞ്ഞ് 2 നില വീട് പണിത നാട്ടുകാരെന്താ പറയുക? അവൻ എന്നാ ഭാഗ്യവാനാ. തെക്കോട്ടും വടക്കോട്ടും നടന്ന പിള്ളേർ അമേരിക്കയിൽ പോയാൽ നാട്ടുകാരെന്തോ പറയും? ഭാഗ്യവാനാ. നോക്കിക്കേ, ഇതിനൊക്കെ ഭാഗ്യവാൻ. ഈ ലോകത്തിൽ കാണുന്ന സകല നന്മകളും വർദ്ധിക്കുമ്പോൾ അവനെ വിളിക്കുന്ന, ലോകം വിളിക്കുന്ന പേരാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ, ആമേൻ. ഭാഗ്യവാൻ. അവനെന്നാ ഭാഗ്യവാൻ? അവനത് ഭാഗ്യവതിയ എന്ന് പറയുന്നുണ്ട്. ലോകം കാണുമ്പോൾ ഭാഗ്യവാൻ എന്ന് പറയുന്ന ഒരാളും മെച്ചപ്പെടുമ്പോൾ, ഭൗതിക നിലയിൽ മെച്ചപ്പെടുമ്പോൾ ഈ ലോകം അവനെ വിളിക്കുന്ന പേരാ ഭാഗ്യവാൻ. സ്തോത്രം. പണം കിട്ടുമ്പോൾ ഭാഗ്യവാൻ, വീട് കിട്ടുമ്പോൾ ഭാഗ്യവാൻ, കാറ് കിട്ടുമ്പോൾ ഭാഗ്യവാൻ, ജോലി കിട്ടുമ്പോൾ ഭാഗ്യവാൻ. നോക്കുക, 4 മക്കളുണ്ടെങ്കിൽ 4 മക്കൾക്ക് ടെക്നോ പാർക്കിൽ ജോലി കിട്ടിയാൽ ലോകം പറയും അവൻ ആരാണ്? ഭാഗ്യവാൻ എന്ന് പറയും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, യഥാർത്ഥ ഭാഗ്യവാൻ എന്ന് പറയുന്നത് വീട് കിട്ടുന്നത് അല്ല. യഥാർത്ഥ ഭാഗ്യവാൻ എന്ന് പറയുന്നത് ആമൻ വസ്തു വാങ്ങിക്കൂട്ടുന്നതല്ല, കാറ് വാങ്ങുന്നതല്ല, ആമൻ മക്കളെ ആമൻ മിഡിൽ ഈസ്റ്റിൽ അയക്കുന്നതല്ല, യൂറോപ്പിൽ അയക്കുന്നതല്ല. ഇതൊക്കെ ഭാഗ്യവത്തിൻ്റെ ഒരു പോർഷനാണ്, ഒരു വശമാണ്. പക്ഷെ ഇതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. ആമൻ. എന്നാൽ യഥാർത്ഥ ഭാഗ്യവാൻ എന്ന് വേദപുസ്തകത്തിൽ സങ്കീർത്തനത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ആരാണ്? ഹല്ലേലൂയ. അപ്പോൾ ഭാഗ്യവാൻ ആരാ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ച് കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. 1-ാമത്തെ സങ്കീർത്തനത്തിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, ഭാവിയുടെ വഴി നിൽക്കാതെ, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ
ഭാഗ്യവാൻ. അപ്പം നോക്കിക്കേ, വചനം പറയുന്ന ഭാഗ്യവാൻ ആരാ? ഈ പുസ്തകം വായിക്കുന്നവൻ ഭാഗ്യവാനാണ്. ഈ പുസ്തകം കേൾക്കുന്നവൻ ഭാഗ്യവാനാണ്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രമാണം പ്രമാണിക്കുന്നവർ ഭാഗ്യവാനാണ്. അങ്ങനെങ്കിൽ ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നിങ്ങൾ ഭാഗ്യാവസ്ഥയിലാണോ? നിങ്ങൾ ഭാഗ്യാവസ്ഥയിലാണോ? എങ്ങനെ നിങ്ങൾക്ക് ആൻസർ പറയാൻ കഴിയും? ഈ പുസ്തകത്തെ അംഗീകരിക്കുന്നവരാണെങ്കിൽ, ഈ പുസ്തകം ഡെയിലി വായിക്കുന്നവരാണെങ്കിൽ, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രമാണങ്ങൾ പ്രമാണിക്കുന്ന ഒരു ദൈവപൈതലാണ് നീ എങ്കിൽ, ഞാൻ ഇന്ന് പകൽക്കാലം ഇങ്ങനെ പറയാ, നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ആമേൻ. നീ കിടപ്പ് ചിലപ്പോൾ കുടിലിനകത്തായിരിക്കുക, ചിലപ്പോൾ ജീവിതം കടഭാരത്തിൻ്റെ നെട്ടോട്ടത്തിലോടുന്ന അവസ്ഥയായിരിക്കുക. ആമേൻ. ജീവിതത്തിൽ ഒരർത്ഥവുമില്ലാത്ത, ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ സഹിക്കുന്ന അനുഭവങ്ങളിലായിരിക്കാം നീ ജീവിക്കുന്നത്. പക്ഷേ ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ ഞാൻ ദൂത് കൈമാറാ, സ്വർഗം നിങ്ങളെ നോക്കി വിളിക്കുന്ന പേരാണ് ഭാഗ്യവാൻ. കരമടിച്ച് സ്തോത്രം ചെയ്യ്. നിങ്ങൾ ഭാഗ്യവാനാണ്, നിങ്ങൾ ഭാഗ്യവതികളാണ്. കാരണം ഇന്ന് പകൽ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നു, യേശുവിനെ നിങ്ങൾ ആരാധിക്കുന്നു, വചനത്തിൽ എഴുതിയിരിക്കുന്ന നിങ്ങൾ പ്രമാണിക്കുന്നു, ഇത് ദൈനംദിനം നിങ്ങൾ വായിക്കുന്നു, ഇത് നിങ്ങൾ കേൾക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം ഉണ്ടാകുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിച്ച വാക്യം ഇങ്ങനെയാ, ഇത് വായിക്കുന്നവൻ ആരാകുന്നു? ഭാഗ്യവാൻ. ഇത് കേൾക്കുന്നവർ ആരാകുന്നു? ഭാഗ്യവാൻ. ഇതിനകത്തെ പ്രമാണങ്ങൾ പ്രമാണിക്കുന്നവർ ആരാകുന്നു? ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. അപ്പോൾ ഭാഗ്യവാൻ. വേദപുസ്തകത്തിൽ ധാരാളം ഭാഗ്യവാന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞോട്ട് നോക്ക്. ആമേൻ. വേദപുസ്തകത്തിൽ ധാരാളം ഭാഗ്യവാന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് പകൽ ഈ ഒരു ഭാഗ്യാവസ്ഥയിൽ എന്നെ കൊണ്ടുവരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവരണം. എത്ര പ്രാർത്ഥിക്കും? കർത്താവേ, അങ്ങയുടെ ഭാഗ്യാവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവരണമേ. വചനത്തിൽ നിൽക്കുവാൻ, വചനത്തിൽ പ്രമാണിക്കുവാൻ, വചനത്തിൻ്റെ ശക്തി അനുഭവിക്കുവാൻ എന്നെ ഒരുക്കണമേ. ഓരോ ദിവസവും ഈ പുസ്തകം വായിക്കുവാൻ, ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുവാൻ, ഇതിനകത്ത് കർത്താവെ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഏറ്റെടുക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ ദൈവത്തിന് ആവശ്യമുണ്ട്. യോഹന്നാനിൽ കൂടെ ഈ ഒത്തിരി വരുവാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച്, ആമേൻ, പുതിയ ആകാശത്തെക്കുറിച്ച്, പുതിയ ഭൂമിയെക്കുറിച്ചൊക്കെ വളരെ വിചിത്രമായ നിലയിൽ വെളിപ്പാടുകൾ ഈ പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിലും ആദ്യമേ യേശു കർത്താവ് യോഹന്നാനിൽ കൂടെ സഭയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ഭാഗ്യവാനാകണമെന്നാണ്, നിങ്ങൾ ഭാഗ്യാവസ്ഥയിൽ വരണമെന്നാണ്. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ ചർച്ചിനകത്ത് ആരാധിക്കുന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയാം, വേദപുസ്തകം വായിക്കുമ്പോൾ, വേദപുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രമാണങ്ങൾ പ്രമാണിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തെ കൈക്കൊള്ളുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തെളിയുകയാണ്. അത് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലാണ് അവിടെ ഒരു ഭാഗ്യവാനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഇപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ധാരാളം ഭാഗ്യവാന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വായിക്കുകയാണ്, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുക. കർത്താവിൽ മരിക്കുന്ന, ആമേൻ, ആളുകൾ, കർത്താവിൽ മരിക്കുന്നവർ ആരാ? ആ മൃതന്മാരാരാണ്? ഭാഗ്യവാന്മാർ. രണ്ട് നിലയിലുള്ള മരണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഒന്ന്, കർത്താവിൽ മരിച്ച് ഭാഗ്യാവസ്ഥയിലേക്ക് വരുന്നതിൻ്റെ ഒന്നാമത്തെ ഒരു അളവ് എന്ന് പറയുന്നത്, നമ്മൾ 60, 70, 80 വർഷം ഈ ഭൂമി ജീവിച്ച് കഴിയുമ്പോൾ കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? വിളിക്കും. ഉറപ്പുണ്ടോ വിളിക്കുമെന്ന്? ഹല്ലേലൂയ. എല്ലാവരെയും വിളിക്കും. എപ്പോഴാണ് വിളിക്കുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ആമേൻ. ചിലപ്പോൾ ഇപ്പോൾ വിളിച്ചെന്നിരിക്കാം, നാളെ വിളിച്ചെന്നിരിക്കാം, ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ വിളിച്ചെന്നിരിക്കാം. കർത്താവ് വിളിക്കും. പക്ഷെ കർത്താവിലാണ് മരിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതൽ കർത്താവിലാണ് മരിച്ചതെങ്കിൽ, ഒരു ദൈവവൈതലായിട്ടാണ് മരിച്ചതെങ്കിൽ, വചനം വെളിപ്പാട് പുസ്തകം 14-13 പറയുകയാണ്, നീ ഭാഗ്യവാനാണ്. സ്തോത്രം. കർത്താവിൽ മരിച്ചാൽ നീ ഭാഗ്യവാനാണ്. സ്തോത്രം. ഒരിക്കലും നീ നാശത്തിലല്ല ചെന്നെത്തിയിരിക്കുന്നത്,
ഒരിക്കലും നീ നാശയോഗ്യമായിട്ടില്ല. കാരണം കർത്താവിൻ്റെ കൂടെയാണ് നീ ആയിരിക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകം പറയുകയാ, കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. ഒന്നാമത്തെ പോർഷൻ അതാണ്. പക്ഷേ രണ്ടാമത് റോമാലേഖനത്തിലും അപ്പോസ്തലനായ കൊരിന്ത്യ ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്, ക്രിസ്തുവിൽ മരിക്കുന്നതിനെ കുറിച്ച്. നമ്മുടെ ജീവിതം മരിക്കുക, നമ്മുടെ സ്വഭാവം മരിക്കുക, നമ്മുടെ നിലവാരങ്ങൾക്ക് മരണം സംഭവിക്കുക, നാം എന്ന വ്യക്തിത്വം മരിക്കുക, ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരുക. വായിച്ചിട്ടില്ലേ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തു എന്ന തലയോളം എന്ത് ചെയ്യണം? വളരണം. ക്രിസ്തു എന്ന തലയോളം വളരണമെങ്കിൽ നാം ക്രിസ്തുവിൽ നാം മരിച്ച് അടക്കപ്പെടണം. സ്തോത്രം. അതുകൊണ്ട് ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ അല്ലെങ്കിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ മരിക്കുക എന്നുള്ളതാണ് അർത്ഥം. മരിച്ചു കഴിയുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും പിന്നെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കത്തില്ല. കൂടി വന്ന മക്കളൊക്കെ വരാനുണ്ടെങ്കിൽ, അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും വരാനുണ്ടെങ്കിൽ മാത്രം ചില ദിവസങ്ങൾ, അതും വിരളയെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമ്മൾ വെക്കുകയുള്ളൂ. ആ സമയത്ത് അതിന് ശേഷം നമ്മളതിനെ മറവ് ചെയ്യും. മറവ് ചെയ്യാതെ ഒരു ബോഡിയും മരിച്ചു കഴിഞ്ഞ, അയ്യോ എൻ്റെ മകനാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ അപ്പനാണെന്നും പറഞ്ഞുകൊണ്ട് ആരും വീട്ടിൽ വെച്ചേക്കത്തില്ല. കാരണം മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ ബോഡി എന്തു ചെയ്യും? അഴുകാൻ തുടങ്ങും. ഈ ബോഡി അഴുകിയാൽ എന്താ? ദുർഗന്ധം ഭമിക്കും. ദുർഗന്ധമുണ്ടായാൽ പോലീസ് കേസെടുക്കും. പിന്നെ അതൊരു കേസായി തെറ്റായി മാറും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? മരിച്ചു കഴിയുന്ന ഒരു വ്യക്തിയെ കൊണ്ട് കുഴിച്ചിടും. അതിനാണ് പരിശുദ്ധാത്മാവിൽ പുതിയ നിയമസഭയ്ക്ക് ദൈവം ദർശനത്തിൽ അല്ലെങ്കിൽ വെളിപ്പാട് നമുക്ക് തന്നിരിക്കുന്നത്, മാനസാന്തരത്തിന് ശേഷം നിങ്ങൾ സ്നാനപ്പെടണമെന്നുള്ളത്. സ്നാനം ഒരു മരണ അടക്ക ഉയർപ്പിനെ കാണിക്കുകയാണ്. യേശു കല്ലറയിൽ അടക്കം ചെയ്തു. നാം വെള്ളത്തിനകത്ത് മുങ്ങി നമ്മെ പഴയ മനുഷ്യനോട് കൂടെ എന്ത് ചെയ്തു? അടക്കി. പഴയ മനുഷ്യനോട് കൂടെ അടക്കി. പഴയ മനുഷ്യനോട് കൂടെ ഞാൻ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒരു 40 വർഷം വരെ ജീവിച്ച്, ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഷായിച്ചാന് പറയാം ഒരു ഉദാഹരണം. ഷായിച്ചാൻ ഒരു 60-50 വയസ്സ് വരെ ജീവിച്ചിരിപ്പോൾ എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളിനി 50 വയസ്സുണ്ടോ പുള്ളിക്കൊന്നും ചിന്തിച്ചിരിക്കരുത്, ഞാൻ ഉദാഹരണം പറഞ്ഞതാ. അപ്പോൾ നോക്കിക്കേ, ഇനി ചിന്ത മൊത്തം അയ്യോ 50 വയസ്സുണ്ടോ പുള്ളിക്ക്, കണ്ടാൽ പറയത്തില്ല കേട്ടോ, ഇപ്പോഴും ചുള്ളനെ പോലെ ഇരിക്കുക. 50 വയസ്സൊന്നും ഇല്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കേ, ഷായിച്ചാൻ ഒരു 50 വയസ്സ് വരെ ജീവിച്ചിരിക്കുമ്പോൾ 50 വയസ്സ് വരെ കർത്താവുമായി മരിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ, കർത്താവുമായി ജീവിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ, ഈ ലോകത്തിൻ്റെ സകല പാപങ്ങളും തന്നെ പിന്തുടരും. ഈ ലോകത്തിലെ സകല ഇഷ്ടങ്ങളും തന്നെ പിന്തുടരും. ഈ ലോകത്തിൽ ഒരു ജഡിക മനുഷ്യൻ എങ്ങനെയൊക്കെ ജീവിക്കുന്നോ അതെല്ലാം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ രീതി വ്യത്യാസം, അദ്ദേഹത്തിൻ്റെ വസ്ത്രം വ്യത്യാസം, അദ്ദേഹത്തിൻ്റെ രൂപം വ്യത്യാസം, അദ്ദേഹത്തിൻ്റെ സംസാരം വ്യത്യാസം, അദ്ദേഹത്തിൻ്റെ നോട്ടം വ്യത്യാസം, അദ്ദേഹത്തിൻ്റെ നടപ്പ് വ്യത്യാസം, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കൂട്ടുകാർ വ്യത്യാസം, അദ്ദേഹത്തിൻ്റെതായ ബന്ധങ്ങൾ വ്യത്യസ്തമായിരിക്കും. എന്താ കാര്യം? ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് കഴിയുക 50 വർഷം. പക്ഷെ 50-ാം വർഷം സുവിശേഷം കേട്ടു, യേശുവിനെ പറ്റി അറിവ് കിട്ടി. 50-ാമത്തെ വർഷത്തിൽ താൻ രക്ഷിക്കപ്പെട്ടു. 50-ാം വർഷത്തിൽ താൻ ദൈവം എൻ്റെ യേശു എൻ്റെ രക്ഷകനാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവവൈതലായി തീർന്നു. അത് അപ്പോസ്തല പ്രവൃത്തി 2:38. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? സ്നാനം സ്വീകരിക്കണം. അപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്തു? 50-ാമത്തെ വർഷത്തിൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പ് സ്നാനപ്പെടുക എന്നുള്ളതാണ്. എന്താണ് സ്നാനം? പെന്തക്കോസ് സഭ വരാനല്ല സ്നാനം, പെന്തക്കോസിൽ ചേരാനല്ല സ്നാനം. പെന്തക്കോസിൽ ചേരാൻ സ്നാനത്തിൻ്റെ ആവശ്യമില്ല. അവിടെ മെമ്പർഷിപ്പ് ബുക്കുണ്ട്, അതിനകത്തൊന്ന് എഴുതിയാൽ മതി, പെന്തക്കോസിൽ ചേരാം. പക്ഷെ സ്നാനമെന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. 50 വർഷമുള്ള തൻ്റെ പഴയ മനുഷ്യനെ കൊണ്ടുപോയി കുഴിച്ചിടുകയാണ്. മനസ്സിലായോ?
ക്രിസ്തുവിനോട് കൂടെ മരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് കയ്യും കാലും കൂട്ടിക്കെട്ടി ആ മേത്താടിയും കീത്താടിയും കൂടെ കൂട്ടിക്കെട്ടി മൂക്കി പഞ്ഞി വെച്ച് പെട്ടിക്കകത്ത് വെച്ച് കിടത്തി സമയാരഥത്തിൽ നിന്ന് പാട്ടുപാടി കുറച്ച് നിലവിളിക്കുന്ന അന്തരീക്ഷത്തെ അല്ല. അതുമാത്രമല്ല, അങ്ങനെ മരിക്കുന്ന ക്രിസ്തുവിൽ മരിച്ച ഭാഗ്യവാന്മാരാണെങ്കിലും ആ ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ഒരു മരണം സംഭവിക്കണം എന്ന് പറഞ്ഞാൽ മരണത്തിനകത്തൊരു മരണമുണ്ടെന്ന്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? മരണത്തിനകത്ത് ഒരു മരണമുണ്ട്. വിശ്വസിക്കുന്ന കരം ഉയർത്തി സ്തോത്രം ചെയ്യ്. ഹല്ലേലൂയ. അപ്പോൾ 50 വർഷം താൻ ചെയ്തതൊക്കെയും ആമേൻ ആ രക്ഷിക്കപ്പെട്ട സമയത്ത് സ്നാനപ്പെട്ടപ്പോൾ അതെന്ത് ചെയ്തു? ആ അച്ചായനെ കുഴിച്ചിട്ടു. 50 വർഷത്തിലുള്ള വ്യക്തിയെ കുഴിച്ചിട്ടു. ഇനിയും പഴയതുപോലെ കുഴിച്ചിട്ടിട്ട് ആ വ്യക്തിയെ പൊക്കിയെടുക്കുന്നു. അതാ സ്നാനപ്പെട്ടിട്ട് ആ വ്യക്തി എന്ത് ചെയ്യുന്നു? പൊക്കിയെടുക്കുന്നു. സ്തോത്രം. മണ്ണി കുഴിച്ചിടേണ്ടതാ. മണ്ണി കുഴിച്ചിട്ട പൊക്കിയെടുക്കാൻ പാടായോണ്ട് അച്ഛാ വെള്ളത്തിൽ കുഴിച്ചിടുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നോക്കിക്കേ, അപ്പം വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുന്നു. ആമേൻ. അതുകൊണ്ട് വചനം പറയുന്നു ഈ വ്യക്തി ഇനിയും പുതിയ മനുഷ്യനാ. ഹലോ, ഹല്ലേലൂയ. ഈ വ്യക്തി പുതിയ മനുഷ്യനാ. ഇവിടെ ഇരിക്കുന്നവരെല്ലാം സ്നാനപ്പെട്ടത് എനിക്കറിയാം. ആമേൻ. നിങ്ങളും കേൾക്കണം. ആമേൻ. ഓൺലൈനിൽ കേൾക്കുന്നവർ സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങളും കേൾക്കണം. ക്രിസ്തുവിൽ മരിച്ച വൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കല ഭാഗ്യാവസ്ഥയിൽ എങ്ങനെ വരാം? അവനോടുകൂടെ അടക്കപ്പെട്ട് അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് വെള്ളത്തിൽ നിന്നെ മുക്കുമ്പോൾ നീ അടക്കപ്പെടുന്നു. പിന്നെ നീ പൊങ്ങി വരുന്നു, ഉയർത്തു വരുന്നു. നീ പുതിയ സൃഷ്ടിയാകുന്നു. ഇനിയും പഴയത് കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. 50 വർഷം ഓണത്തിന് തിന്നതാ, ഇനിയും തിന്നാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. 50 വർഷം ഓണം ഉണ്ണാൻ പോയതാ. ഹല്ലേലൂയ. വീട്ടിൽ നല്ല ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയതാ, നാട്ടുകാരെയൊക്കെ വിളിച്ച് കൊടുത്തതാ. ഹല്ലേലൂയ. അയ്യോ തിരുവോണമല്ലേ. ഹല്ലേലൂയ. 50 വർഷം നടക്കും. പക്ഷേ നീ പുതിയ മനുഷ്യനാ, ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെട്ടവനാ, മരിക്കപ്പെട്ടവനാ. ഇനി നിനക്കത് പറ്റത്തില്ല. അത് ജാതീയമാ. ഹല്ലേലൂയ. 50 വർഷം വിഷുവിന് കൈനീട്ടം വാങ്ങിച്ചതാ. ഇനി നിനക്ക് വിഷുവിന് കൈനീട്ടം വാങ്ങിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം നീ ജാതിയല്ല, നീ പുതിയ മനുഷ്യനാ. സ്വോത്രം പറഞ്ഞ് സ്വോത്ര 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 സ്വോത്ര. 50 വർഷം വഴക്കുണ്ടാക്കി അയൽവക്കക്കാരൻ്റെ അതിര് മാന്തിയതാ. ഇനി നിനക്ക് മാന്താൻ പറ്റത്തില്ല. അവൻ നിന്റെ മാന്തിയ സ്വോത്രം പറയാനേ പറ്റത്തുള്ളൂ. കാരണം നീ പുതിയ മനുഷ്യനാ. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിനോട് മരിക്കുക എന്ന് പറഞ്ഞ് ഇച്ചിരി പ്രയാസമാണ്. ക്രിസ്തുവിനോട് മരിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമാണെന്ന്. ഹല്ലേലൂയ. കൊട്ടുന്നത് ഈസിയാ. ആമേൻ. 2 അന്യഭാഷ പറയുന്നത് ഈസിയാ. പാട്ട് പാടുന്ന ഈസിയാ. എല്ലാ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നത് ഈസിയാ. ആരോഗ്യം നടക്കും. പക്ഷേ ക്രിസ്തുവിനോട് മരിക്കുക എന്ന് പറഞ്ഞ് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. എന്ന വചനം വെളിപ്പാട് 14:13 പറയുന്നു, ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാര്. കാരണം ആ ഭാഗ്യം എവിടെ തെളിയുന്നറിയാമോ? നമ്മുടെ കർത്താവ് പുതിയ ആകാശവും പുതിയ ഭൂമിയിലും വരുമ്പോൾ നമ്മളും അവനോട് കൂടെ അവിടെ കാണും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളും അവനോട് കൂടെ അവിടെ കാണും. സ്തോത്രം. അപ്പോൾ പഴയതിനെ ആമേൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പഴയതിൻ്റെ പുറകെ എന്ത് ചെയ്യരുത്? ഒരു ആമേൻ പറഞ്ഞേ. വിരോധമുള്ള ഒരു കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. അറിയില്ല. സ്തോത്രം. സന്തോഷം. കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം പഴയ മനുഷ്യനെ കുഴിച്ചിടുക, പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിക്കുക എന്നാ വചനത്തിൽ വായിക്കുന്നത്. അവനോടുകൂടെ ക്രൂശിക്കുക, അങ്ങനല്ലേ അച്ഛാ വാക്യം? അവനോടുകൂടെ ക്രൂശിക്കുക. പഴയ രീതി ജീവിക്കാൻ നമുക്ക് എന്ത് ചെയ്യില്ല? പറ്റില്ല. നമ്മൾ വ്യത്യസ്തരാണ്. അതുകൊണ്ട് ഇസ്രായേൽ മക്കളെ ഒരിക്കൽ ശപിക്കാൻ വേണ്ടി ഒരുത്തം വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, അവനെ ഒന്ന് ശപിച്ചേക്കാൻ പറഞ്ഞു. ആ ശാപവാക്ക് അവർക്ക് വരട്ടെ എന്ന് പറഞ്ഞ് പേടിച്ചരണ്ട് നിൽക്കുമ്പോൾ ആമേൻ പ്രവാചകന് ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നെ ഇച്ചിരി നന്മയൊക്കെ കിട്ടുമെന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശപിക്കാൻ വാ തുറന്നപ്പോൾ വായി കൂടെ വന്നതെന്ത്? ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം, ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല. ജാതിയുടെ കൂട്ടത്തിൽ എന്ത് ചെയ്തിട്ടില്ല? എണ്ണപ്പെട്ടിട്ടില്ല. ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല. അപ്പം ജാതികളുടെ കൂട്ടത്തിൽ ജാതികൾ ചെയ്യുന്ന പോലെ ജാതികൾ ജീവിക്കുന്നവർക്ക് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം നാം അവനോടുകൂടെ മരിച്ചടക്കപ്പെട്ടവരാ.
നമ്മൾ വ്യത്യസ്തരാ. ഈ ലോകത്തിൽ വ്യത്യസ്തര. എത്രയൊക്കെ സന്തോഷമുണ്ട് ഇന്ന് പകൽ. ആമേൻ. നമ്മളിന്ന് വ്യത്യസ്ത ജീവിതം നയിക്കുന്നവരാണ്. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ പോകാൻ പാടില്ല. ഇനി രക്ഷിക്കപ്പെട്ടിട്ട് നീ ജാതികളെ പോലെ ജീവിച്ചാൽ ആ പൈശാചിക ശക്തി മൊത്തം നിന്നെ പിന്തുടരും. ഈ പണ്ട് കാലത്തൊക്കെ, ഇപ്പോഴതൊന്നും കണ്ടിട്ടില്ല, പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ മീൻ വെട്ടുന്ന മുറ്റത്തിരുന്ന അല്ലേ? നിങ്ങൾ വെട്ടിയിട്ടുണ്ടോ? മുറ്റത്തിരുന്ന് മീൻ വെട്ടിയിട്ടുണ്ടോ? ആ, സ്വോത്രം. പിന്നെ ചുമ്മാ അങ്ങ് അടിക്കുകയല്ലേ. മീൻ വെട്ടുന്നത് മുറ്റത്തിരുന്ന് എന്ത് ചെയ്യുക? വെട്ടുക. മുറ്റത്തിരുന്ന് വെട്ടുന്നവരുണ്ട്. അപ്പം മുറ്റത്തിരുന്ന് വെട്ടുമ്പോൾ ഒരു കാര്യം കണ്ടിട്ടുണ്ടോ? ഒരു സാധനം വന്നിട്ട് മ്യാന്ന് പറഞ്ഞിട്ട് അലയ്ക്കും. ആരാ? പൂച്ച ഇങ്ങനെ അലയ്ക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നത് അറിയാമോ? ഈ അമ്മ ഈ പിച്ചാത്തിയുടെ പിടി വെച്ചിട്ട് പൂച്ചയ്ക്ക് 2 ഇടി ഞാൻ കൊടുക്കും. അപ്പോൾ പൂച്ച ഇടി കൊണ്ട് ഒറ്റ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇവൻ എന്ത് ചെയ്യത്തില്ല, തിരിച്ചു വരാത്ത രീതിയിലാണ് ഈ പൂച്ച ഓടുന്നത്. 2 സെക്കൻഡ് കഴിയുമ്പോൾ പിന്നെയും കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ഈ പൂച്ച വരും. പൂച്ച ഇരുന്ന് കരച്ചില. എന്താ കാര്യം എന്നറിയോ? പൂച്ചയ്ക്ക് ഇഷ്ടമുള്ളത് അമ്മയുടെ കയ്യിലുണ്ട്. അപ്പം അമ്മയുടെ കയ്യിലിരിക്കുന്ന സാധനം തലയോ വാലോ എന്തെങ്കിലും മതി, ഒന്ന് ഇട്ട് കൊടുത്താൽ അത് അങ്ങ് പൊക്കോളും. ഒന്ന് കിട്ടണം. ഇതേപോലാണ് നമ്മൾ ഇവിടെ ഇരുന്ന് സാത്താൻ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ഭോ പിശാചേ. ഭയങ്കര സാസനയാണ്. പിള്ളേർക്ക് വയറുവേന വരുമ്പോൾ ഭോ പിശാചേ, തലവേന വരുമ്പോൾ ഭോ പിശാചേ. ഭയങ്കര സാസനയാണ്. പിശാച് മാറി ഇന്ന് പിന്നെ ചിരിക്കുക. കാരണം അറിയോ? അവന് ഇഷ്ടമുള്ള നമ്മുടെ കയ്യിൽ ഇരിക്കുക. ഹല്ലേലൂയ. അവന് ഇഷ്ടമുള്ള നമ്മുടെ കയ്യിൽ ഇരിക്കുക. പണ്ടത്തെ കാര്യങ്ങൾ ഇപ്പോഴും ഇരിക്കുക. ഹല്ലേലൂയ. ഇരിപ്പ് കണ്ട എൻ്റെ പൊന്നെ ഇല്ലെന്നാ പറഞ്ഞാ ഇരിക്കുന്നത് എല്ലാവരുടെയും. ഹല്ലേലൂയ. ഇരിപ്പ് കണ്ട ഞങ്ങളങ്ങനൊന്നും അല്ല. പാസ് ഉമ്മ രാവിലെ കത്തിയടിക്കുക അല്ല. ചിലരങ്ങനാ അല്ല. ഞാനൊരു ഉദാഹരണം പറയാം. രാവിലെ കുളിച്ച് പള്ളി വരാൻ നേരത്ത് ഒരു പൂച്ച കുറുക്കി ആടിയപ്പോഴേ നിങ്ങൾ തിരിച്ച് കയറിയില്ലേ പെരയ്ക്കകത്ത്? ഹല്ലേലൂയ. അപ്പം നോക്കിക്കേ. ആമേൻ. അപ്പം നോക്കിക്കേ, ചിലതൊക്കെ നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, അവനോടുകൂടെ ക്രൂശിക്കണം. ഹല്ലേലൂയ. അവനോടുകൂടെ ക്രൂശിക്കണം. ഭാഗ്യവാനാകണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഈ സൂമിനകത്തുണ്ട് വലിയ TV-ക്കകത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചമ്മമാരോടുകൂടെ പറയുന്നത്. സ്തോത്രം. അവനോടുകൂടെ എന്ത് ചെയ്യണം? ക്രൂശിക്കപ്പെടണം. വിട്ടുകളയേണ്ടതിന് എന്ത് ചെയ്യണം? വിട്ടുകളയണം. നീ ഒരു വിടുതൽ അനുഭവിക്കണമെങ്കിൽ, ഭാഗ്യാവസ്ഥയിൽ വരണം, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ. റെന്നിപ്പാസ് ഇങ്ങനെയൊക്കെയാണ് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഇതേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ്. സ്തോത്രം. അല്ലാതെ പ്രസംഗിക്കാൻ പേടിയായതുകൊണ്ടാണ്. ജീസസ്. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവനോടുകൂടെ ക്രൂശിക്കപ്പെടണം. ഈ ലോകത്തിലുള്ള സകല വിഷയങ്ങളിൽ ക്രൂശിക്കപ്പെട്ട് നീ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കണം. ഹല്ലേലൂയ. മുമ്പേ നടന്നുപോലും നമുക്ക് നടക്കാൻ പറ്റത്തില്ല. നമ്മുടെ വിഷയത്തിന് മറുപടി കർത്താവ് തരണമെങ്കിൽ നമ്മുടെ പുറത്തൂടെ വരുന്ന കണ്ണുനീരല്ല ദൈവം നോക്കുന്നേ. ഞാനൊരു വിഷയത്തിന് വേണ്ടി, എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് ഞാനൊരു ദൈവദാസൻ എന്നല്ല, ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഈ ദൂത് കൈമാറുകയാണ്. ഒന്ന് കേട്ടോണേ. നമ്മൾ ചില ആവശ്യങ്ങളുമായി ദൈവസന്നിധി ചെന്നിരുന്ന് കരയാറുണ്ടല്ലോ, നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ആ പ്രാർത്ഥനയിലെ ദൈർഘ്യമല്ല ദൈവം നോക്കുന്നേ. ആ പ്രാർത്ഥനയിൽ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു എന്നല്ല ദൈവം നോക്കുന്നേ. നിന്റെ കണ്ണിൽ നിന്ന് വന്ന ചൂട് കണ്ണുനീര് അളന്ന് കർത്താവ് നോക്കുകയല്ല. അത് നോക്കിയല്ല ദൈവം മറുപടി തരുന്നേ. ഞാൻ ദൈവസന്നിധി പോയിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കരയുന്ന കണ്ണുനീര് കാണുമ്പോൾ ദൈവം എൻ്റെ കാര്യങ്ങൾക്ക് മനസ്സലിയൊന്ന് പ്രതീക്ഷിക്കരുത്. സ്തോത്രം. എൻ്റെ ദൈവം നോക്കുന്നത് എൻ്റെ യാഗമാണ്, എൻ്റെ രഹസ്യ ജീവിതമാണ്. ഞാൻ എങ്ങനെയാണ്, ഞാൻ നാളെ എന്തായി തീരും, എനിക്ക് ദൈവം ഒരു വഴി തുറന്നാൽ ഞാൻ ദൈവത്തോടു കൂടെ കാണുമോ എന്നൊക്കെ ദൈവം നോക്കും. ഹല്ലേലൂയ.
പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടുന്നൊരു അമ്മയുണ്ടല്ലോ, പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടുന്ന, ഇപ്പോൾ ലൈഫ് ലൈനിലൊക്കെ വീട് കിട്ടുന്ന ആളുകളുണ്ട്. വീട് വാങ്ങിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛനൊരു തോന്നല്, ഇച്ചിരിയുടെ നല്ല വീട് എന്ത് ചെയ്യണം, പണിയണം, എന്നാൽ പിന്നെ ഇതങ്ങ് വിറ്റേക്കാന്ന് പറഞ്ഞ് വിൽക്കാൻ പോയി നടക്കുമോ? നടക്കത്തില്ല. ഏതാണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 15 വർഷത്തേക്ക് ആ വീട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ വീട് അനുവദിക്കണമെങ്കിൽ പഞ്ചായത്ത് നോക്കും, 15 ഇവൻ ഇത് വിറ്റിട്ട് എന്ത് ചെയ്യരുത്, പോകരുത്. നാളെ ഇത് കൊടുത്താൽ മറ്റന്നാൾ ഇത് വിറ്റിട്ട് പോകുന്നതിന് വീട് കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നോക്കും, നമ്മുടെ കണ്ണുനീരിന് മറുപടി കർത്താവ് തരണമെങ്കിൽ നാളെ നീ ദൈവസന്നിധിയിൽ ഉണ്ടോ എന്ന് നോക്കും. ജോലി ചോദിക്കുമ്പോൾ ജോലി തന്നാൽ നീ ദൈവത്തിൻ്റെ പടുക്കൽ ഉണ്ടോ എന്ന് ദൈവം നോക്കും. സൗഖ്യം ചോദിച്ചാൽ സൗഖ്യം തരണമെങ്കിൽ ദൈവം നോക്കും, നീ കർത്താവിൻ്റെ കൂടെ ഉണ്ടോ എന്ന്. ഇന്ന് പകൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കണം, അത് അവിടെ നമ്മൾ ക്ലിയർ ആകുമ്പോൾ നമ്മുടെ വിഷയത്തിന് ദൈവം പരിഹാരം തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഉയർത്തി സ്തോത്രം ചെയ്യുക. അപ്പൊ ക്രിസ്തുവിന്റെ കൂടെ മരിക്കുക, ക്രിസ്തുവിന്റെ കൂടെ ഉയർക്കുക. അപ്പൊ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇന്നു മുതൽ, ഇന്നലെ വരെയുള്ളതെല്ലാം പോട്ടെ, ദൈവസഭ ശ്രദ്ധിക്കൂ, ഇന്നു മുതൽ, അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്. ആണെങ്കിൽ ഒന്ന് വായിച്ചോ. 14-ാം അധ്യായം 13-ാം വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ട് അത് പറഞ്ഞത്, എഴുതുക, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. എന്തോ പിന്തുടരും? പ്രവൃത്തി. ഇങ്ങോട്ട് നോക്കി, എന്തോ പിന്തുടരുന്നു. എന്നെ കേൾക്കണേ, ഇറങ്ങി പോവല്ലേ, എന്നെ കേൾക്കണേ. എന്തോ പിന്തുടരുന്നേ? അവരുടെ പ്രവൃത്തി പിന്തുടരും. നിത്യതയിൽ പോകണമെങ്കിൽ മരണാനന്തര ജീവിതമുണ്ടെന്ന് വിശ്വസിക്കണം. ആ മരണാനന്തര ജീവിതത്തിൽ നമുക്കൊരു നിത്യത ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രവൃത്തി പിന്തുടരുമെന്ന്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നേ, ഒരുവൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനൊത്ത പ്രതിഫലം സ്വർഗത്തിൽ കിട്ടും. അച്ചായൻ മരിച്ചു കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ അവൻ അടിയിൽ യന്ത്രം വെച്ച് അടിയന്തരമാക്കി പ്രാർത്ഥിച്ചാൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്യച്ച, ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്യൂഞ്ഞേ. അവൻ ഇവിടെ കാണുന്നു, അവൻ്റെ പ്രവൃത്തി അവനെ എന്ത് ചെയ്യും. അവിടെ എന്തോ അച്ഛ എഴുതിയിരിക്കുന്നത്? പ്രവൃത്തി ഓർക്കുമെന്നാണോ? അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? പ്രവൃത്തി ഓർക്കുമെന്നാണോ? എന്തോ എഴുതിയിരിക്കുന്നത്? പിന്തുടരും എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ ഈ ലോകത്തിൽ സമ്പാദിച്ചു വെച്ച ഒന്നും നമ്മൾ മരിക്കും നമ്മളെ പിന്തുടരുന്നില്ല. എന്തെങ്കിലും പിന്തുടരുമോ? ഒന്നും പിന്തുടരുന്നില്ല. ആമേൻ. ഒരു മനുഷ്യ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം? പക്ഷേ ഒന്ന് മാത്രം പിന്തുടരും, നമ്മുടെ പ്രവൃത്തി പിന്തുടരും. എന്തിനറിയാമോ? അത് ന്യായാസനത്തേക്ക് കൊണ്ടുപോയി ന്യായം വിധിക്കേണ്ടതിന്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുക. ന്യായം വിധിക്കുന്നൊരു സമയമുണ്ട്. ഇന്ന് പകൽ പ്രസംഗിച്ച പ്രസംഗം എന്നും പ്രസംഗിക്കുന്നവണക്കല്ലെന്ന് എനിക്കറിയാം. ഒരു വ്യത്യസ്തമായ ചിന്തയാണ് നിങ്ങൾക്ക് ഇട്ടുതന്നെന്ന് എനിക്കറിയാം. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, അവൻ ചെയ്തത് നല്ലതാകിലും തീയതാകിലും ആ പ്രവൃത്തി നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും നമ്മൾ കർത്താവിൻ്റെ ന്യായാസനത്തേക്ക് നിൽക്കുമ്പോഴും അത് നമ്മെ എന്ത് ചെയ്യും? പിന്തുടരും. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാനിപ്പോൾ എന്തോ ചെയ്യുന്നു അതാണ് അവിടെ ചെല്ലുമ്പോഴും പിന്തുടരുന്നത്. കാരണം ഇത് വെച്ചാ ന്യായം വിധിക്കുന്നത്. മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് ചെല്ലുമല്ലോ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ന്യായാസനമുണ്ട്. ഒരു കോടതിയുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? നിൽക്കണം. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട്. ഞാനാണ് പ്രസംഗിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. ന്യായാസനമുണ്ട്. ഈ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നമ്മൾ പോയി നിൽക്കണം. ഏതു മനുഷ്യനും, അംബാനി നിൽക്കണം, റെന്നിപ്പാസ് നിൽക്കണം, ഏത് മനുഷ്യനും നിൽക്കണം. ന്യായാസനത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കണം. അവിടെ ചെല്ലുമ്പോൾ ന്യായവിധിയുണ്ട്. ഈ ന്യായവിധി കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണോ നരകത്തിലോട്ട് പോകണോ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? സ്വർഗത്തിൽ ചെല്ലണമോ നരകത്തിൽ പോകണമോ ചിന്തിക്കുന്നത് ഈ ന്യായാസനത്തിന് മുമ്പിലാണ്. അല്ലാതെ ഇവിടെ വെച്ചുള്ള പരിപാടിയോ നമ്മൾ മരിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് വേണ്ടി ആരോ പ്രാർത്ഥിച്ചൊന്നും അല്ല. നമ്മൾ ചെയ്ത പ്രവൃത്തി നമ്മളെ പിന്തുടരുകയാണ്.
അവിടെ ചെല്ലുമ്പോൾ റെന്നിപ്പാസ് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ, ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആദ്യം ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടോ നോക്കൂ. ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടോ അവിടെ വലിയ നോക്കൂ. ഇപ്പോൾ പഞ്ചായത്തുകാരൊക്കെ വന്ന് നോക്കുന്നില്ലേ, വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ നോക്കുന്നില്ലേ? എന്ന പോലെ ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടോ നോക്കും. പേര് നോക്കി 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 ഇങ്ങോട്ട് വരുമ്പോൾ 6 കണ്ടു. അന്ന് താഴോട്ട് നോക്കി അമ്മ നോക്കി 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 വന്നപ്പോൾ തന്നെ എൻ്റെ പേരില്ല. അപ്പോൾ പറഞ്ഞു, ദുഷ്ടനായ ദാസനെ, നീ അഗ്നി നരകത്തിന് യോഗ്യനാണെന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തുമ്പോൾ ഞാൻ പറയുന്നത് സമ്മതിക്കുന്നെന്ന് പറയും. ഞാൻ അവിടെ വഴക്കുണ്ടാക്കും. ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഞാൻ അവിടെ കിടന്ന് ദൂതന്മാരോട് മത്സരിക്കും. എന്നിട്ട് പറയും, ഞാൻ ബുധനാഴ്ച മീറ്റിംഗ് നടത്തിയതാ, ഞാൻ വെള്ളിയാഴ്ച മീറ്റിംഗ് നടത്തിയതാ, എൻ്റെ കൈ കിട്ടിയ പൈസ മുഴുവനും കൊടുത്ത് ഉപവാസ പ്രാർത്ഥന നടത്തിയതോ. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ. 10,000 പേര് ഡെയിലി എൻ്റെ മെസ്സേജ് കേൾക്കുന്ന ദൂതനോട് ചോദിക്കും, കേട്ടിട്ടില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. പണ്ടൊരാളിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഹല്ലേലൂയ, കോഴഞ്ചേരി വലിയ പള്ളി പണിതിട്ട് അവൻ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ ചെന്നപ്പോഴത്തേന് പേരില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അച്ചാണ്ട് ദൂതന്മാർ പറഞ്ഞു, അച്ഛാ പേരില്ല അച്ഛാ, അങ്ങോട്ട് സ്വർഗത്തിലോട്ടൊന്നും പോക്ക് നടക്കത്തില്ല, നരകത്തിലോട്ട് പൊക്കോളാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ കോഴഞ്ചേരി വലിയ പള്ളിയുടെ കുരിശും മൂടി ഞാനാണ് പണിത്, പള്ളിയുടെ മധുവക ഞാനാണ് പണിതെന്ന് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ ദൂതന്മാർ പറഞ്ഞു, അതൊന്നും ഇവിടെ വലിയ സംഭവമൊന്നും അല്ല. സ്തോത്രം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ബന്ധക്കോസുകാരൻ ചെന്നപ്പോൾ ബന്ധക്കോസുകാരൻ പറഞ്ഞു, ആമേൻ പേരുണ്ടോ എന്ന് ചോദിക്കും, പേരില്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ 100 പേർക്ക് വീട് വെച്ച് കൊടുത്തതാണ്, 100 പേർക്ക് വീട് വെച്ച് കൊടുത്തു, 50 പിള്ളേരുടെ കല്യാണം കൂടെ നടത്തി കൊടുത്തതാണ്, അത് ഗുഡ് ന്യൂസിലൊക്കെ വന്നതാ. അപ്പോൾ ദൂതൻ പറഞ്ഞു, ഗുഡ് ന്യൂസ് പോയിട്ട് മനോരമ പോലും ഇവിടെ ഇല്ല, ഗുഡ് ന്യൂസ് പോയിട്ട് മനോരമ പോലും ഇവിടെ ഇല്ല. എന്നിട്ട് രസകരമായൊരു കാര്യം അമ്മൻ ആ ചിന്തയിൽ ഇങ്ങനെ പറയുന്നത്, എടാ വലിയ പള്ളി നീ പണിതെങ്കിൽ വലിയ പള്ളി പണിത ശലോമോൻ പോലും ഇവിടെ ഇല്ല, പിന്നെയാണോ ആമൻ കോഴഞ്ചേരി പള്ളി പണിത നീ? നോക്കിക്കേ, അവിടെ കർമ്മത്തിലല്ല മേളിൽ ചെല്ലുന്നത്, പ്രവൃത്തിയിലാണ് വിധിക്കുന്നത്. ആ പ്രവൃത്തി ക്ലിയർ ആണെങ്കിൽ, എനിക്കറിയാം ഇന്നത്തെ മെസ്സേജ് കൈയടിക്കാനുള്ള ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഇതൊന്ന് കേൾക്കണമല്ലോ, ഇതൂടെ കേട്ടാലല്ല നിത്യതയെ പോത്തുള്ളൂ. അപ്പം നോക്കിക്കേ, എനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. നിങ്ങളുടെ സ്വത്രാജ്യം വാങ്ങിച്ച് ഞാൻ തിന്നുകൊണ്ട് നടന്നിട്ട് അതിന് കണക്ക് പറയേണ്ടി വരും മേളിൽ. ഹല്ലേലൂയ. നിങ്ങൾ തരുന്ന പൈസയും വാങ്ങിച്ച് ഞാൻ കോഴി ഇറച്ചിയും കഴിച്ചിട്ട് പോയ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കണക്ക് പറയണം. അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമായി ഇത്. അതുകൊണ്ട് കേട്ടോണം മര്യാദയ്ക്ക്. ഹല്ലേലൂയ. അല്ല ഞാൻ കണക്ക് പറയേണ്ടി വരും. പ്രവൃത്തി കൂടെ വരും കേട്ടോ, പ്രവൃത്തി കൂടെ വരും. സ്വതന്ത്രം പറഞ്ഞു, പ്രവൃത്തി കൂടെ വരും. നീ പറഞ്ഞു പോയതല്ല. അവിടെ ചെല്ലുമ്പോൾ പേരില്ല. ഇപ്പം ഞാൻ കിടന്ന് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. നമ്മൾ സമ്മതിക്കത്തില്ല, എനിക്ക് സ്വർഗത്തിൽ പോയി പറ്റും. അപ്പോഴാ പറയുന്നത്, അവിടെ ഓർമ്മയുടെ ഒരു പുസ്തകം ഇരിപ്പുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ. ഓർമ്മയുടെ പുസ്തകം, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതാൻ നോക്കിയപ്പോൾ പേരില്ലെന്ന് കണ്ടപ്പോൾ എന്നെ ഓർമ്മയുടെ പുസ്തകത്തിൽ കൊണ്ടുപോവുക. ഓർമ്മയുടെ പുസ്തകത്തിൽ ചെന്നപ്പോൾ അമ്മയുടെ ഉദരത്തിനകത്ത് ജനിച്ച മുതൽ മരിച്ചത് വരെ സ്ക്രീനെ കാണുന്ന പോലെ ഞാൻ കാണുക. ഞാൻ ജീവിതം കഴിഞ്ഞ 45 വർഷം ഞാൻ ചെയ്ത സകല പരിപാടിയും TV കൂടെ കാണുക. കണ്ടോ, 2 പുസ്തകങ്ങൾ അവിടെ ഇരിക്കുന്നേ, പ്രവൃത്തി കൂടെ വരിക. ഹല്ലേലൂയ. ഇത് വെച്ച് ന്യായം വിധിച്ച് അഗ്നിനരകത്തിനകത്തേക്ക് തള്ളുക. അഗ്നിനരകം വളരെ ശോചനീയമായ അവസ്ഥയാണ്. ഉരുകുന്ന തീ. ഹല്ലേലൂയ. രാവിലെ നമ്മുടെ അമ്മമാർ പിള്ളേർക്ക് ഇടിയപ്പം കേട്ടിട്ടുണ്ടോ? ഇടിയപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്? അങ്ങനെയാണോ? ചില എന്താ പറയുന്നത്, നൂലപ്പം, പിന്നെ വേറെ ഇതിലപ്പം ഉണ്ടോ? ഇടിയപ്പം, നൂലപ്പം, പീച്ചപ്പം, ഇതൊക്കെയുണ്ട്. ഈ എന്തായാലും അവരപ്പവാ, നൂല് പോണൊക്കെ ഇരിക്കുന്ന അപ്പവാ. രാവിലെ പിള്ളേർക്ക് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവന്മാരങ്ങോട്ട് വലിച്ച് കീറി വായിലോട്ട് ഇട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ വായെല്ലാം നിറഞ്ഞ് 2-3 നൂലൊക്കെ ഇങ്ങനെ വായിന്ന് താപ്പോട്ട് കിടക്കുന്നൊന്ന് ഭാവനയെ കണ്ടേ. നരകത്തിൽ ചെല്ലുമ്പോൾ വായിക്കകത്ത് മൊത്തം പുഴുവായിരിക്കും. അതെല്ലാം പോയി. കടിച്ച പുഴു, ചൊറിഞ്ഞ പുഴു,
സ്തോത്രം. അതുമാത്രമല്ല, തീയും കൂടെ പൊള്ളി ലാവ ഉരുകിയിറങ്ങുന്ന പോലുള്ള തീയ നിത്യനരകത്തിനകത്ത്. ഇതിനകത്ത് പോകാതിരിക്കാനാ ഹല്ലേലൂയ പാസ്റ്റർ ഇന്ന് പകൽ ഇത് വിളിച്ചു പറയുന്നേ. പ്രവൃത്തി നിന്റെ കൂടെ പോരുമെന്ന്. ഈ പ്രവൃത്തിയെ മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ നിനക്കൊരു നിത്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറ. ഇത് കേൾപ്പിക്കത്തില്ല പിശാച്, ഇത് കേൾക്കാൻ അനുവദിക്കത്തില്ല. രോഗം മാറും, മുഴ മാറും, പണം കിട്ടും, കടം മാറും എന്ന് പറയുമ്പോൾ ആമേൻ ഹല്ലേലൂയ കൈയടിക്കാൻ ആവേശമാ. സൂമി വന്ന് ഹല്ലേലൂയ ഫ്രണ്ടിൽ ക്യാമറ ഓണാക്കി ആമേൻ ഇരുന്ന് കൈ ഉയർത്തി ഹല്ലേലൂയ പറയാൻ ആമേൻ ആവേശമാ. പക്ഷെ ഇന്ന് രാവിലെ കാര്യം കേൾക്കണോ, ഒരു ന്യായവിധി ഉണ്ടെന്ന കാര്യം മറക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല വസ്ത്രം ധരിച്ചു നല്ല വാഹനത്തെ കയറി ഈ ആലയത്തിൽ വന്നിരിക്കുന്നത് ഈസിയാ. പക്ഷെ പ്രവൃത്തി കൂടെ വരുമെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ടാ പറഞ്ഞത്, നീ ലോകമല്ല, നീ ലോകമല്ല, നീ ക്രിസ്തുവിനുള്ളതാണ്. ക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാ പറഞ്ഞത് ഹല്ലേലൂയ, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ. ഞാൻ പറഞ്ഞു, രണ്ട് മരണത്തെക്കുറിച്ച് പറഞ്ഞു. ഒന്ന്, ഈ ജഡം അഴുകിച്ചേരുന്ന മരണം. രണ്ട്, ക്രിസ്തുവിനോട് കൂടെ നമ്മൾ മരിക്കുക. ക്രിസ്തുവിനോട് മരിക്കുന്നവർക്ക് മാത്രമേ ഭാഗ്യാവസ്ഥയിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. ഒരാമയും പറഞ്ഞുതരാം. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് മരിക്കുന്നവർക്ക് മാത്രമേ ഭാഗ്യാവസ്ഥയിൽ എത്താൻ പറ്റുകയുള്ളൂ. ഇന്ന് പകൽ നിന്റെ ദുഃഖം മാറും കേട്ടോ, നിന്റെ കടം മാറും കേട്ടോ, നിന്റെ രോഗം മാറും കേട്ടോ, നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരും കേട്ടോ. കർത്താവ് നിന്നെ ഒന്ന് അളന്നു നോക്കും, കർത്താവ് നിന്നെ ഒന്ന് പരിശോധിക്കും. അവിടെ നീ ക്ലിയർ അല്ലെങ്കിൽ ആമേൻ വിടുതൽ കിട്ടില്ല. പക്ഷെ ക്ലിയർ ആണെങ്കിൽ നിനക്കൊരു വിടുതലുണ്ട്, നിനക്കൊരു വിടുതലുണ്ട്. ഇവിടെയുണ്ട് വിടുതൽ, സ്വർഗത്തിൽ മാത്രമല്ല ഇവിടെയുമുണ്ട് വിടുതൽ. ചിലർ പഠിപ്പിക്കും ഈ ലോകം മുഴുവനും കഷ്ടതയാ, ഈ കഷ്ടത അനുഭവിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ സന്തോഷവും സമാധാനവുമാണ്. ഞാൻ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ മാത്രമല്ല ഇവിടെയും ദൈവം നമുക്ക് സമാധാനം തരും, ഇവിടെയും നമുക്ക് സന്തോഷം തരും, ഇവിടെയും നമുക്ക് ദൈവകൃപ തരും. പക്ഷെ അവൻ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനൊത്തവണ്ണം പ്രതിഫലമാണ് സ്വർഗത്തിൽ കിട്ടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു ആരാധന ആയതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് അങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് രാവിലെ വിശ്വസിക്ക്, നിങ്ങളെക്കുറിച്ച് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ക്രിസ്തുവിൽ മരിക്കുമ്പോൾ ഒരു ഭാഗ്യാവസ്ഥയിൽ നമ്മൾ എത്തണമെങ്കിൽ അവനോടുകൂടെ എന്ത് ചെയ്യണം? മരിക്കണം. ലോകം പോകുന്ന പോലെ നമുക്ക് പോകാൻ പറ്റില്ല. ലോകക്കാർ ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ലോകം സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ നമുക്ക് പറ്റില്ല. ഹല്ലേലൂയ. ജാതികൾ അതൊക്കെ ചെയ്യുന്നു. ഈ ലോകത്തിലെ സകല കാര്യങ്ങൾ ജാതികൾ ചെയ്യുന്നു. പക്ഷേ ഒരു ദൈവവേദലായ എനിക്കോ നിനക്കോ അത് ചെയ്യാൻ പ്രമാണമില്ല. കാരണം നമ്മുടെ പ്രവൃത്തി നമ്മുടെ കൂടെ എന്ത് ചെയ്യും? അപ്പം നല്ലത് ചെയ്തോണം, നല്ലത് ചെയ്തോണം, നല്ലത് പറഞ്ഞോണം, കർത്താവിന് വേണ്ടി ജീവിച്ചോണം, കർത്താവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ടോണം, അവനോട് കൂടെ ഉയർത്തപ്പെട്ടോണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരു ഭാഗ്യാവസ്ഥയും കൂടെ നമുക്ക് ചിന്തിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 19 അധ്യായം 9 വാക്യം, വെളിപ്പാട് പുസ്തകം 19 അധ്യായം 9. പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. നോക്കിക്ക്, അടുത്ത ഭാഗ്യാവസ്ഥയെ കുറിച്ച് ഏതാണ്ട് 6-7 ഭാഗ്യാവസ്ഥയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ചിന്തിച്ചു, ഈ പുസ്തകം വായിക്കുകയോ കേൾക്കുകയോ ഇതിൽ എഴുതിയിരിക്കുന്ന പ്രമാണങ്ങൾ പ്രമാണിക്കുകയോ ചെയ്യുന്നവൻ ആരാണ്? പിന്നെ മറക്കരുത്, പ്രമാണിക്കുന്നവൻ ആരാണ്? ഭാഗ്യവാനാണ്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു, ക്രിസ്തുവിനോട് കൂടെ എന്ത് ചെയ്യുക? അടക്കപ്പെടുക, ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ജീവിക്കുക, ഉയർക്കുക. അപ്പോൾ നമ്മൾ ആരായി മാറും? ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ. എല്ലാവരും അല്ല, എല്ലാവരുടെയും കാര്യം അല്ല പറയുന്നത്. ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ
ഭാഗ്യവാന്മാർ. ഇനിയും 6-7 എണ്ണം ഉണ്ട്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ പോകുകയാണ്. ഇവിടെ അടുത്ത് കാണുകയാണ് 19:9. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്നെഴുതുക എന്ന് പറഞ്ഞു. ആരാ കുഞ്ഞാട്? കുഞ്ഞാട് ആരാ? റോസമാൻ്റെ? യേശു ക്രിസ്തു, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കുഞ്ഞാട്. അപ്പൊ കുഞ്ഞാട് കല്യാണം നടക്കാൻ പോവാ. കുഞ്ഞാടിന്റെ കല്യാണം നടക്കാൻ പോവാ. കുഞ്ഞാടിന്റെ കല്യാണം ഉറപ്പ് കഴിഞ്ഞു. കല്യാണ നിശ്ചയം കഴിഞ്ഞു. എൻഗേജ്മെന്റ് കഴിഞ്ഞു. എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ ഒരു മണവാട്ടി വേണം. ഒരു മണവാളന്റെ എൻഗേജ്മെന്റ് കഴിയണമെങ്കിൽ എന്തോ വേണം? ഒരു മണവാട്ടി വേണം. മണവാട്ടി ആരാ? നിങ്ങളാണ് മണവാട്ടികൾ. നമ്മളുമായുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. ഇനി കല്യാണം നടന്നാൽ മതി. കല്യാണം എപ്പോഴാണെന്ന് മണവാളന് മാത്രമേ അറിയത്തുള്ളൂ. കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ ഇനി എപ്പോഴാ കല്യാണം. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, പിതാവാ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ക്രിസ്തു എപ്പോഴാണ് വരുന്നതെന്നുള്ളത്. അപ്പൊ കുഞ്ഞാടിന്റെ കല്യാണം ഇനി നടക്കുന്നത് അത് മധ്യാകാശത്തിൽ വെച്ചാ. ആ ആകാശത്തിൽ വെച്ച് കല്യാണം നടക്കുമ്പോൾ മണവാട്ടിയായ ഞാനും നിങ്ങളും അവിടെ എത്തണം. ഒരു വലിയ വിരുന്ന് നടക്കാൻ പോകുകയാണ്. പക്ഷേ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് യഹൂദനായ ഒരു വ്യക്തി, യഹൂദയായ ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ വിവാഹ നിശ്ചയം ചെയ്തു കഴിഞ്ഞാൽ വിവാഹ നിശ്ചയത്തിന് ശേഷം പെട്ടെന്ന് കല്യാണം നടക്കില്ല. ചിലപ്പോൾ അത് 6 മാസം മേളിൽ, 1 വർഷം മേളിലൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തിനറിയാമോ? യഹൂദന്റെ നിയമം അനുസരിച്ച് ഒരു പെൺകുട്ടിയെ വിവാഹ നിശ്ചയം ചെയ്തിട്ട് ആ ചെറുക്കൻ തിരിച്ച് വീട്ടിൽ പോയി ഒരു വീട് പണിയണം. ഒരു വീട് പണിയണം. യഹൂദന്റെ നിയമം അങ്ങനെയാണ്. ഒരു വീട് പണിയണം. ഇനി ഒരു വീട് പണിയാൻ നിർവാഹമില്ലാത്ത എല്ലാവർക്കും വീട് പണിയാൻ പറ്റുമോ? എല്ലാവർക്കും വീട് പണിയാൻ പറ്റത്തില്ല. കല്യാണം കഴിക്കുന്നു പറഞ്ഞാൽ എല്ലാവർക്കും വീട് പണിയാൻ പറ്റുമോ? വീട് പണിയാൻ പറ്റത്തില്ല. യഹൂദനായ വ്യക്തിക്ക് വീട് പണിയാൻ പറ്റുന്നില്ലെങ്കിൽ വ്യവസ്ഥ 2, അവൻ്റെ അപ്പൻ്റെ വീടിനോട് ചേർന്ന് ഒരു റൂം ഇറക്കണം. ഒന്നൊരു വീട് പണിയണം. 2, വീട് പണിയാൻ നിർവാഹമില്ലെങ്കിൽ അപ്പൻ്റെ വീടിനോട് ചേർന്ന് ഒരു റൂം, ഒരു മുറി ഇറക്കണം. ഈ വീടിൻ്റെയോ ഈ റൂമിൻ്റെയോ പണി എപ്പോൾ തീരും? അന്നേരം തോഴന്മാരുമായി ഈ മണവാളൻ വലിയ വാദ്യഘോഷങ്ങളോട് കൊട്ടും കുരവയോടും കൂടെ ഈ മണവാളൻ മണവാട്ടിയുടെ വീട്ടിൽ ചെല്ലും. അത് എപ്പോഴാണെന്ന് മണവാട്ടിക്ക് അറിയത്തില്ല. പക്ഷെ മണവാട്ടിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ സമയം മുതൽ ഈ മണവാളൻ വരുന്ന സമയം വരെ മണവാട്ടിയുടെ കൂടെ തോഴിമാരുണ്ടാകും. അവർ വിളക്ക് കത്തിച്ച് ഇങ്ങനെ കാത്തിരിക്കും. രാത്രിയിൽ അവർ വിളക്ക് കെടുത്തത്തില്ല. കാരണം വിളക്ക് കത്തിച്ച് എപ്പോഴാണ് മണവാളൻ വരുന്നത് എന്ന് അറിയാതെ കൊണ്ട് അവർ ഒരുങ്ങിയിരിക്കും. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, ബുദ്ധിയുള്ള 5 കന്യകമാർ, ബുദ്ധിയില്ലാത്ത 5 കന്യകമാർ. 5 കന്യകമാരുടെ ബുദ്ധിയുള്ളവരുടെ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു, ബുദ്ധിയില്ലാത്തവരുടെ കയ്യിൽ വിളക്കിൽ എണ്ണയില്ലായിരുന്നു. മണവാളൻ വന്നപ്പോൾ എണ്ണയുള്ളവർ പോയി, എണ്ണയില്ലാത്തവർ എണ്ണയുള്ളവരോട് ചോദിച്ചു, പക്ഷെ കിട്ടിയില്ല. എണ്ണയുള്ളവരുമായി മണവാളൻ മണവാട്ടിയുമായിട്ട് പോയി. എന്നതുപോലെ തന്നെ ഈ പുരുഷൻ എപ്പോൾ ഇവിടെ വരുന്നത് അറിയാതെ കൊണ്ട് വിളക്ക് കത്തിച്ച് ഇവൾ ഒരുങ്ങി നല്ല വസ്ത്രം ധരിച്ചിരിക്കണം. അത് കാലങ്ങൾ കാത്തിരിക്കണം. വീടിൻ്റെ പണി പൂർത്തിയാകണം വരെ കാത്തിരിക്കണം. അതാണ് യഹൂദന്റെ കല്യാണം എന്ന് പറയുന്നത്. അങ്ങനെങ്കിൽ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അത് വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി സ്തോത്രം ചെയ്യ്. നമ്മളിനി കാത്തിരിക്കേണ്ടത് നമ്മുടെ മണവാളൻ ഏത് സമയവും ആ വീടിൻ്റെ പണി കഴിഞ്ഞ് മടങ്ങി വരും. അതിനാ യേശു പറഞ്ഞ, ഞാൻ പോകുന്നു, നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു. ആ വാസസ്ഥലത്തിൻ്റെ പണി കഴിയുമ്പോൾ ഞാൻ വേഗം വരും, നിങ്ങളെ ചേർത്ത് കൊണ്ടുപോകും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് പകൽ ഈ ആരാധനാലയത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ? ഞാൻ ഇന്ന് പകൽ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നേ. ദൈവത്തിൻ്റെ ആത്മാവാരോടോ സംസാരിക്കുകയാണ്. മണവാളൻ വീട് പണി കഴിയുമ്പോൾ മടങ്ങി വരുന്നൊരു സമയമുണ്ട്. മണവാളൻ വീട് പണി കഴിയുമ്പോൾ മടങ്ങി വരുന്നൊരു സമയമുണ്ട്. ആ രാജ്യത്ത് നാം പോകണമെങ്കിൽ, ആ വീട്ടിൽ നമുക്ക് പോകണമെങ്കിൽ ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഒരു വരൻ ഒരു വധുവിനെ വിവാഹ നിശ്ചയം ചെയ്തിട്ട് അവൻ്റെ കാതി കേട്ടു വിവാഹത്തിന് മുമ്പ് വധു മ്ലേച്ഛ ജീവിതം നയിച്ചു എന്ന് കേട്ടാൽ, തെറ്റായ മാർഗത്തിൽ പോയെന്ന് കേട്ടാൽ, ആ വരൻ അവളെ ഉപേക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട നമ്മളെ ഉപേക്ഷിക്കാം. പക്ഷെ ഉപേക്ഷിക്കപ്പെടാതിരിക്കാൻ അവനോട് കൂടെ നമ്മൾ മരിക്കുക, അവനോട് കൂടെ നമ്മൾ ജീവിക്കുക. വിവാഹ നിശ്ചയത്തിൽ ഒഴിവാക്കി കുഞ്ഞാടിൻ്റെ കല്യാണം. ഹല്ലേലൂയ. ക്ഷണിക്കപ്പെട്ടവരാരാണ്? ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയ അച്ചായന്മാരെ, പ്രിയ ആൻറ്റിമാരെ, ദൈവമക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ പറയാ, ഞാനും നീയും സാധാരണക്കാരല്ല. ഒരു വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവരാണ്. ഒരു വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവരാണ്, മണവാട്ടികളാണ്. ഇന്ന് പകൽക്കാലം ആ മണവറയിൽ, ഹല്ലേലൂയ, വിവാഹ പന്തലിൽ ഒരു മണവാട്ടിയെ പോലെ നിൽക്കണമെങ്കിൽ, ശോഭ പരിപൂർണയായി നിൽക്കണമെങ്കിൽ നമ്മുടെ പ്രവൃത്തി നമ്മുടെ കൂടെ വരുമെന്നുള്ള കാര്യം മറക്കരുത്. ഭാഗ്യാവസ്ഥയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുമ്പോൾ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. വിവാഹ നിശ്ചയം ചെയ്യുമ്പോൾ ചെയ്തു വച്ചിരിക്കുന്നവർക്ക് ഇപ്പോഴത്തെ നമ്മുടെ രീതി അനുസരിച്ച്, നിയമം അനുശാസിക്കുന്നില്ലെങ്കിലും രീതി അനുസരിച്ച് വിവാഹം നിശ്ചയം കഴിയുമ്പോൾ ഒരു സംഭവം കൈമാറും. എന്തുവാ? സ്ത്രീധനം അല്ലേ? നമ്മുടെ നാട്ടിൽ കല്യാണം കഴിക്കുമ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ ചെറുക്കന് സ്ത്രീധനം. പക്ഷെ മിഡിൽ ഈസ്റ്റിൽ അങ്ങനല്ല, യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനല്ല, അറബികളിൽ അങ്ങനല്ല. ചെറുക്കൻ കല്യാണം കഴിക്കുന്നെങ്കിൽ ചെറുക്കൻ കൊണ്ടുപോയി പെണ്ണിന് എന്ത് ചെയ്യണം? സ്ത്രീധനം കൊടുക്കണം. 2023 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ തൻ്റെ രക്തം മുഴുവനും നമുക്ക് സ്ത്രീധനമായി തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയത് ആ വിവാഹ പന്തലിൽ വിവാഹത്തിന് വിളിക്കപ്പെട്ട ക്ഷണിക്കപ്പെട്ട മണവാട്ടികളാണ് ഇന്ന് പകൽ. ഞാൻ നിങ്ങളോട് ദൈവാത്മാവ്യ ദൂത് കൈമാറുകയാ. ആരെയോ ഒരുക്കുകയാ ദൈവ. ഏതിനോ പുറപ്പാട് ദൈവത്തിന്റെ പദ്ധതി ഇന്ന് നമ്മുടെ കർത്താവ് വന്നാൽ എടുക്കപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും പ്രവർത്തികൾ ഉണ്ടെങ്കിൽ അത് ഏറ്റുപറയാം. 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ സ്വന്തം രക്തം മുഴുവനും സ്ത്രീധനമായി നമുക്ക് വേണ്ടി കൊടുത്ത് പാപികളായി കിടന്ന നമ്മെ, ചെളിയിക്കിടന്ന നമ്മെ, ജാതിയായ നമ്മെ, കാട്ടൊലിവായ നമ്മെ വെട്ടിയെടുത്ത് നാട്ടൊലിവിനോട് ചേർത്തൊട്ടിച്ചു വെച്ച ക്രിസ്തുവിന്റെ നാള് നീ വിലയുള്ളതാ. നീ വിലയുള്ളതാ. ആരാ പറഞ്ഞ നിനക്ക് വിലയില്ലെന്ന്? ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാ. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില എത്രയാ? അത് 1 ഗ്രാം തങ്കത്തിന്റെ വിലയല്ല, 1000 ഗ്രാം തങ്കത്തിന്റെ വിലയല്ല. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില മുഴു ലോകത്തെക്കാൾ വലുതാണ്. മുഴു ലോകത്തെക്കാൾ വലിയ സ്ത്രീധനം കൊടുത്ത് എന്നെയും നിന്നെയും വിലയ്ക്ക് വാങ്ങിയ ക്രിസ്തുവിന്റെ രക്തത്തെ ഇന്ന് പകൽ നമ്മുടെ മേൽ പകർന്നിരിക്കുമ്പോ ദൈവവചനം ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, നീ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. മണവാളനായ ക്രിസ്തു തന്റെ രക്തം സ്ത്രീധനമായി തന്റെ സഭയ്ക്ക് തന്നു. നമ്മെ വില കൊടുത്തു വാങ്ങി. വിവാഹത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്നാ പിന്നെ പെട്ടെന്ന് അങ്ങ് നടന്നാൽ മതിയായിരുന്നല്ലോ. ഇല്ല, അങ്ങനെ പെട്ടെന്ന് നടക്കാൻ പറ്റത്തില്ല. കാരണം വീടിന്റെ പണി എന്ത് ചെയ്യണം? വീടിന്റെ പണി പൂർത്തിയാകണം. എന്റെ കൂടെ ഉണ്ടോ ഇന്ന്? വീടിന്റെ പണി പൂർത്തിയാകണം. വീടിന്റെ പണി ഏകദേശം കഴിഞ്ഞ് ഈ നെയ്തലിപ്പടി ചില തൂണുകൾ കിടപ്പുണ്ട്, ഈ മല്ലപ്പള്ളി ചില തൂണുകൾ കിടപ്പുണ്ട്, ഈ നാരകത്താനി ചില തൂണുകൾ കിടപ്പുണ്ട്.
ആമേൻ, ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ തുരുത്തിക്കാട് ചില തൂണുകൾ കിടപ്പുണ്ട്. ഈ വെണ്ണിക്കുള്ള ചില തൂണുകൾ കിടപ്പുണ്ട്. ഇന്ന് പകൽ ഈ ലോകത്തിൽ ചില തൂണുകൾ കിടപ്പുണ്ട്. അവരെ കൂടെ കിട്ടിയാലേ വീടിന്റെ പണി പൂർത്തിയാകൂ. ആ പണി പൂർത്തിയാകുമ്പോ എൻ്റെ പ്രാണപ്രിയൻ വിവാഹത്തിനായി ഇറങ്ങി വരും. ചിലരുടെ മാനസാന്തരത്തിന് വേണ്ടി, ചിലരുടെ മുന്നേറ്റത്തിന് വേണ്ടി, ചിലരുടെ വീണ്ടെടുപ്പിന് വേണ്ടി യേശുവിന്റെ വരവ് അടുത്തിരിക്കുകയാ. അത് താമസിക്കുന്നു, അവൻ വരും നിശ്ചയം. എന്റെ യേശു വരും നിശ്ചയം. ഇന്ന് മക വിശ്വസിക്കരമടിച്ചു സ്തോത്രം ചെയ്യ്. ആമേൻ, യേശു വരൂ, നമ്മെ ചേർത്ത് കൊണ്ടുപോകൂ. ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത വീട്ടിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ദിവസമുണ്ട്. അവിടെ ദുഃഖമില്ല. പത്രോസ് പറയുന്നു, ക്ഷയം, മാലിന്യം, വാട്ടം ഇവയൊന്നുമില്ലാത്ത ആ ദേശത്ത് കൊണ്ടുപോകുവാൻ ഇനിയും അധികം ദിവസങ്ങളില്ല, ഇനിയും അധികം നാളുകളില്ല. നീ ഭാഗ്യാവസ്ഥയിലേക്ക് വരുന്ന എത്ര പ്രിയരുണ്ട്. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ, ഭാഗ്യവാന്മാർ. കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ബൈബിളെല്ലാം താത്തു വെച്ചിട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ആ കണ്ണുകൾ അടച്ച ദൈവസന്നിധി സൂമിയിരിക്കുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഭയത്തോടെ, ഭക്തിയോടെ നമ്മുടെ പ്രാണപ്രിയൻ വരും. ഇന്നു പകൽക്കാലം മഴ മാറുമെന്നോ, രോഗം മാറുമെന്നോ, ഇന്നു പകൽക്കാലം കൊച്ചിന്റെ വിവാഹം നടക്കുമെന്നോ, പാസ്പോർട്ട് കിട്ടുമെന്നൊന്നും അല്ല പാസ്റ്റർ പറഞ്ഞ്. ഇന്നു പകൽക്കാലം നിന്റെ പ്രത്യാശ ഞാൻ ഉണർത്തിച്ചതാ. നിനക്കൊരു വിവാഹമുണ്ട്, നിനക്കൊരു ജീവിതമുണ്ട്. എനിക്കും നിനക്കും വേണ്ടി ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാ. അതിന്റെ പണി പൂർത്തിയാകാൻ സമയമായി. എന്നാൽ നമ്മുടെ പ്രവൃത്തി നമ്മോട് കൂടെ വരും. എല്ലാം അടച്ച് കർത്താവിനൊന്ന് പറഞ്ഞു, ഒന്ന് മിണ്ടിക്ക്. ആ മണവാളനോടൊന്ന് മിണ്ടിക്ക്. ആ മണവാളനോട്, മണവാട്ടികളെല്ലാം ഒന്ന് മിണ്ടിക്ക്. ഓ ആ മണവാട്ടികളെല്ലാം മണവാളനോടൊന്ന് മിണ്ടിക്ക്. ഹല്ലേലൂയ. വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വധു തൻ്റെ മണവാളനുമായി വെമ്പൽ കൊണ്ട് മിണ്ടാൻ വെമ്പൽ കൊള്ളുന്നത് പോലെ ഇന്നു പകൽ കർത്താവിനോടൊന്ന് സംസാരിച്ച്, ഇന്നു പകൽ വില കൊടുത്ത് വാങ്ങിയ നിന്നെ അതിക്രമങ്ങളുടെ മോചനത്തിനാൽ, പാപങ്ങളുടെ മോചനത്തിനാൽ യേശുവിൻ രക്തം കൊണ്ട് കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ച നമ്മെ, ജാതികളായ നമ്മെ, ചെളിക്കട നമ്മെ ക്രിസ്തുവിൻ രക്തം കൊണ്ട് കഴുകി, നിന്റെ പാപം എത്ര കടുഞ്ചുമപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് വചനത്തിലുള്ളത് കൊണ്ട് നമ്മുടെ പാപങ്ങളെ കഴുകി നമ്മെ ശുദ്ധീകരിച്ച് അവിടുത്തെ പ്രിയ മക്കളായി തീർത്ത യേശുവിനൊന്ന് മിണ്ടിക്കാട്ടെ. യേശുവിനൊന്ന് മിണ്ടിക്കാട്ടെ. എല്ലാവരും മിണ്ടിക്ക്. യേശുവേന്ന് വിളിക്ക്. യേശുവേന്ന് വിളിക്ക്. യേശുവേന്ന് വിളിക്കുന്നു പകൽക്കാലം. യേശുവേന്ന് വിളിക്ക്. യേശുവേന്ന് വിളിക്ക്. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ആലയത്തിൽ ശബ്ദമുയരട്ടെ. ജീസസ്. ആ വീടിന്റെ പണി പൂർത്തിയാകാറായി. ആ വീടിന്റെ പണി പൂർത്തിയാകുമ്പോൾ തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഓ, ആ കാഹളനാദം കാതിൽ കേൾക്കുക. ജീവിതത്തിൽ പറഞ്ഞുപോയ തെറ്റുകൾ, വാക്കില്, പ്രവൃത്തിയില്, നോട്ടത്തില്, ചിന്തയില്, സംസാരത്തില് വന്നുപോയ തെറ്റുകൾ, കർത്താവേ ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്, ഞാൻ ഈ ജഡത്തിൽ വസിക്കുന്നത് ഞാൻ തെറ്റിപ്പോയി, എൻ്റെ വാക്കിൽ തെറ്റി, എൻ്റെ പ്രവൃത്തിയിൽ തെറ്റി. ഓ എൻ്റെ കർത്താവേ, ഇന്ന് പകൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് പ്രാർത്ഥിക്കും? ഇന്ന് പകൽക്കാലം തൻ്റെ മണവാട്ടിയെ കാണുന്നൊരു മണവാള്, തൻ്റെ മണവാട്ടിയെ കാണുന്നൊരു മണവാള് ഇന്ന് പകൽക്കാലം വന്നിട്ടുണ്ട്. അവൻ നമ്മുടെ നടുവിലുണ്ട്, അവൻ നമ്മുടെ നടുവിലുണ്ട്. ആ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർ കരകത്തട്ടെ.